നമ്മുടെ എല്ലാവരുടെ ലൈഫിൽ കാണും ചില കൃമി പിടിച്ച റിലേറ്റീവ്സ്. ഇവരെ കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഉപയോഗം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 5 പൈസയുടെ ഉപയോഗമില്ല. പക്ഷേ ആവശ്യത്തിലേറെ ഉപദ്രവങ്ങൾ മാത്രം ഉണ്ടാക്കുന്ന കൈൻഡ് ഓഫ് റിലേറ്റീവ്സ്. ചില സമയത്ത് ഇതുങ്ങളുടെയൊക്കെ സ്വഭാവം കാണുമ്പോൾ ഓന്ത് ചിലപ്പം നിന്ന് തൊഴുതു പോകും. അമ്മാതിരി രീതിയിൽ നിറം മാറും. നമ്മളെ കണ്ടിട്ട് എന്തൊരു സ്നേഹമായിരിക്കും. യോ മോളെ ചക്കരെ, നമ്മുടെ പാരന്റ്സിനെ കാണുമ്പോ യോ മോനെ തക്കുട് കുട്ടാന്നൊക്കെ പറഞ്ഞു വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ തരും. പക്ഷെ അങ്ങോട്ട് മാറി നിന്നിട്ട് അവന്റെ ഒരു മോളുണ്ട്, എന്റെ ദൈവമേ, തിരുവനന്തപുരത്തും കണ്ടുപോയി നശിച്ച് പോരാത്തിനൊരു വണ്ടിയും കൂടെ എടുത്തു കൊടുത്തു. അമ്മ അഹങ്കാരി, മോളും അഹങ്കാരി. എന്തൊക്കെ കേക്കണം. എന്നാ കാണുമ്പോഴോ എന്റെ പൊന്നു ഓന്തുകളെ, അങ്ങനെ പറഞ്ഞാൽ ഓന്തിന് വിഷമാവും. പോട്ടെ, എന്നാലും ഓന്തുകൾക്കും പാമ്പുകൾക്കും നിങ്ങളൊരു വലിയ കോമ്പറ്റീഷൻ ആണ്. അവരെക്കാളും ഒരുപടി മികച്ചതാണ് നിങ്ങളെന്ന് തന്നെ ഞാൻ പറയും. പലപ്പോഴും മുഖത്ത് നോക്കി പറയണമെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ പറയാത്തത് എന്റെയൊക്കെ അപ്പനും അമ്മയും ക്ഷമാശീലരായതുകൊണ്ട് മാത്രമാണ്, എല്ലാം ക്ഷമിക്കുന്നവരായതുകൊണ്ട് മാത്രമാണ്. അപ്പോ ഈ കാറ്റഗറിയിലുള്ള റിലേറ്റീവ്സിനെ നൈസായിട്ട് ഒഴിവാക്കുക. ഇവരെ നോക്കി ചിരിച്ചിട്ട് എന്തായാലും നമ്മുടെ ജീവിതത്തിൽ വലിയ ഗുണമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. എന്തായാലും ഈ ജന്തുക്കൾ കുറ്റം തന്നെ പറയും. അപ്പൊ പിന്നെ ചിരിക്കുകയും വേണ്ട, മൈൻഡ് ആക്കുകയും വേണ്ട. അവള് വലിയ ആളായി പോയെന്നോ അവൾ അവിടെ പോയപ്പോ വലിയ കൊമ്പായെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അല്ലേ പറയത്തുള്ളൂ. അതങ്ങ് പറഞ്ഞോട്ടെ. പിന്നെ എപ്പോഴെങ്കിലും നമ്മുടെ മുഖത്ത് നോക്കി ചോദിക്കുമ്പോൾ നല്ലത് അങ്ങോട്ട് പറയുക. അപ്പന്റെ അമ്മയുടെ ക്ഷമാശീലം ഒന്നും നമ്മൾ കാണിക്കേണ്ട ആവശ്യമില്ല. അത്ര തന്നെ.